നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് വൻ സുരക്ഷാ സന്നാഹത്തിൽ പ്രതി ചെന്താമരയുമായി തെളിവെടുപ്പ് നടത്തി പോലീസ്. ജനകീയ പ്രതിഷേധം കണക്കിലെടുത്ത് പോത്തുണ്ടി മുതൽ ബോയൻ നഗർ വരെ 400ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരുന്നത്. യാതൊരു കുറ്റബോധവുമില്ലാതെ കൊലപാതക രീതി പോലീസിനോട് വിശദീകരിച്ച പ്രതി. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ 12 മണിയോടെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ചൊവ്വാഴ്ച 3 മണിവരെയാണ് ചെന്താമരയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. കസ്റ്റഡിയിലെടുത്ത പ്രതി ചെന്താമരയെ അതീവ സുരക്ഷയിൽ പോത്തുണ്ടിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 8ഓളം പോലീസ് വാഹനങ്ങളിലായാണ് പ്രതിയെ പോത്തുണ്ടിയിലെത്തിച്ചത്. ജനരോഷമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംഭവസ്ഥലത്തും വൻ പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. 400ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ പോത്തുണ്ടി മുതൽ ബോയൻ കോളനി വരെ വിന്യസിച്ചിരുന്നു. രാവിലെ മുതൽ ബോയൻ കോളനി ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നില്ല. പ്രദേശവാസികൾ ഒഴികെ പുറത്തുനിന്നുള്ള ഒരാളെയും കോളനിയിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. ഉച്ചയ്ക്ക് 12:30ഓടെയാണ് പ്രതിയുമായി പോലീസ് കോളനിയിലെത്തിയത്. എന്നാൽ പോലീസ് ഭയന്നതുപോലെയുള്ള യാതൊരു പ്രകോപനവും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. പ്രദേശവാസികളുടെ പൂർണ്ണ സഹകരണത്തോടെയായിരുന്നു തെളിവെടുപ്പ്. ആദ്യം സുധാകരനെ കൊലപ്പെടുത്തിയ സ്ഥലത്തേക്കാണ് പ്രതിയെ എത്തിച്ചത്. ഇവിടെ വെച്ച് സുധാകരനെ കൊലപ്പെടുത്തിയ രീതി പ്രതി പോലീസിനോട് വിശദീകരിച്ചു. ഈ സമയം വീടിന്റെ വാതിക്കൽ നിൽക്കുകയായിരുന്ന സുധാകരന്റെ അമ്മ ലക്ഷ്മി തനിക്കു നേരെ ആക്രോശിച്ചു വന്നപ്പോൾ അവരെയും വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. തുടർന്ന് ചെന്താമരയുടെ വീടിനകത്തേക്ക് കയറി തെളിവെടുപ്പ് തുടർന്നു. കൊല നടത്താൻ ഉപയോഗിച്ച ആയുധം സൂക്ഷിച്ച സ്ഥലം ചെന്താമര കാണിച്ചു കൊടുത്തു. ഇതിനുശേഷം വീടിന്റെ മുൻവശത്തെ വാതിൽ അടച്ച് പുറകുവശത്തെ വാതിലിലൂടെയാണ് ഇയാൾ വയലിലേക്കിറങ്ങി രക്ഷപ്പെട്ടത്. വയലിലേക്കിറങ്ങിയ ശേഷം ഇയാൾ കടന്നുപോയ ഇറങ്ങിയ വഴിയിലൂടെ പ്രതിയുമായി പോലീസ് നടന്നു. ഇതിനിടെ തന്റെ മൊബൈൽ ഫോണും സിമ്മും ഉപേക്ഷിച്ച സ്ഥലം ചെന്താമര പോലീസിനോട് കാണിച്ചു കൊടുത്തു. ഇവിടെ തിരച്ചിൽ നടത്തിയതിൽ ഒരു കുപ്പി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ശേഷം പ്രതിയുമായി വയലിന്റെ മധ്യഭാഗത്തേക്ക് ഇറങ്ങിയ പോലീസ് ഇവിടെ നിന്ന് വനമേഖലയിലേക്ക് കടന്ന രീതി പ്രതിയോട് ചോദിച്ചറിഞ്ഞു. ഏറെ ദൂരം വയലിലൂടെ നടന്ന് വിശദമായ തെളിവെടുപ്പ് പൂർത്തിയാക്കിയാണ് പോലീസ് സംഭവസ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിച്ചത്. ഇവിടെ എത്തിയ ശേഷം പ്രതിയുടെ സാന്നിധ്യത്തിൽ അയൽവാസികളോടും സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി. കൃത്യം നടത്തിയ ശേഷം അതീവ സന്തോഷവാനായിരുന്നു ചെന്താമര. സമാനമായ മുഖഭാവത്തോടെയാണ് തെളിവെടുപ്പിനോട് പൂർണ്ണമായും സഹകരിച്ചത്. തെളിവെടുപ്പിന്റെ ആദ്യ അവസാനം വീഡിയോ ആയി ചിത്രീകരിക്കുകയും ഒപ്പം തന്നെ ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു പോലീസ്. എത്ര നേരം കിടന്നു പോയോ? വെള്ളം പോയി അടുത്ത ദിവസം പ്രതിയെ കൂടുതൽ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുമെന്നും ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരൻ പറഞ്ഞു. അപ്പോൾ നമുക്കത് ഈ സീനൊന്ന് റീക്രിയേറ്റ് ചെയ്യണം. ഇയാൾ സുധാകരനെ കാണുന്നതും അതിനുശേഷം ഉണ്ടായിരുന്ന ഇൻസിഡൻറ്റുകൾ അതിനുശേഷം വീട്ടിലേക്ക് വരുന്നത് തിരിച്ചു പോകുന്നതും മൊബൈൽ ഉപേക്ഷിച്ച സ്ഥലവും അങ്ങനെ കുറേ കാര്യങ്ങൾ, പിന്നെ മലയിലേക്ക് പിന്നെ ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ച സ്ഥലം അതൊന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ സിവിലിയൻസ് ഇവിടെ സാക്ഷികളുണ്ടായിരുന്നു. അവരെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് അതൊന്ന് തെളിവെടുപ്പ് നടത്തി. ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. ഈ കൊടുവാള അവിടെ അത് ഞങ്ങൾ പിന്നെ തിരയും. അതൊന്നില്ല, ശാസ്ത്രീയ തെളിവുകൾ എല്ലാം എടുത്തിട്ടുണ്ട്. അതായത് ഇന്ന് പോകുന്നില്ല. ഇവിടെ പുതിയതായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പുതിയ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം പഴയ തന്നെ. അയാൾ നിങ്ങൾ നേരിട്ട് കണ്ടതല്ല, അയാളുടെ അവസ്ഥ അയാളെ സംസാരിച്ച് എങ്ങനെയാണ് നിങ്ങൾ കണ്ടത്? അതെ അതെ, ശേഷപ്പെട്ട വഴികളാണ് ഇപ്പോൾ കാണിച്ചത്.
നാടിനെ നടുക്കിയ കൊലപാതകത്തിന്റെ ഞെട്ടലടങ്ങാത്ത പ്രതികരണമാണ് തെളിവെടുപ്പ് വേളയിലും പ്രദേശവാസികളിൽ നിന്നും ഉണ്ടായത്. ഇപ്പോൾ പ്രതിനെ കണ്ടു, ഡിവൈഎസ്പി പോലീസുകാരെ വിളിച്ച് നിങ്ങളെ കാണിച്ചു തന്നു. കാണിച്ചു. അയാളെന്തെങ്കിലും പറഞ്ഞു നിങ്ങളോട്? അയാളൊന്നും പറഞ്ഞു. എന്നെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പിന്നെയും ഇങ്ങനെ നാക്ക് കടിച്ച് ഇതേപോലെ തന്നെയാണ് ഇപ്പോഴും കാണിച്ചത്. സാറിൻ്റെ മുമ്പിലും അങ്ങനെയാണ് കാണിച്ചത്. ഇപ്പോഴും അയാൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ നോക്കി, ഞാൻ ഇവിടെ നിന്ന് നിന്നിട്ടുണ്ടായിരുന്നു, ഇയാളെ നോക്കണം പറഞ്ഞിട്ട് സാറ് നേരത്തെ പറഞ്ഞു നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന്. ഇപ്പം വന്ന് ഞാൻ നിൽക്കുമ്പോൾ അയാൾ ചുണ്ട് കടിച്ച് നാക്ക് കടിക്കുന്നുണ്ട്. അതൊക്കെയാണ് അയാളുടെ പ്രവർത്തനമേ അങ്ങനെ ആയിരുന്നു. ഇവരാരും പറഞ്ഞത് ഇപ്പം വീട്ടിലടക്കം പറഞ്ഞിട്ട് അയാളുടെ പാട്ടിൽ നിന്നിട്ട് പല ജാമ്യത്തിൽ വന്നാണ്. ഞങ്ങൾ പോയി പറഞ്ഞപ്പോഴും പോലീസുകാരങ്ങനെ പറഞ്ഞു നിങ്ങൾ കോർട്ടിൽ പോയി പറയാൻ. ഇപ്പോൾ പറഞ്ഞപ്പോൾ 2 കൊലപാതകം. ഇപ്പം ഞാൻ അന്ന് ഉണ്ടെങ്കിൽ ഞാനന്ന് പള്ളിയിൽ പോയത് കൊണ്ട് 10 മണിക്ക് പ്രാർത്ഥന, അതാണ് ഞാൻ 9:45 വണ്ടിക്ക് പോയത്. അല്ല പറഞ്ഞ് ഞാൻ അന്ന് ഉണ്ടെങ്കിൽ അയാൾ വീട് കയറി ചേച്ചിനെ വീട്ടിനുള്ളിൽ വെച്ച കൊന്നത്. അപ്പോൾ ഈ വാതിലൊക്കെ തട്ടി അയാൾ തുറന്ന് കൊന്നിട്ടുണ്ട്. അതാണ് അയാൾ ഇപ്പോൾ പക കണ്ടില്ലേ. ഇപ്പം ഞാൻ പറയണാണെന്നോണ നിങ്ങൾ ശ്രദ്ധിച്ചോ അയാളുടെ മുഖം. എൻ്റെ ബാക്കിൽ നിന്ന് ഒരാൾ പറഞ്ഞത് കണ്ട് അയാൾ എങ്ങനെയും നിങ്ങൾ നോക്കണമെന്ന്. അപ്പം അയാൾക്ക് അതാണ്. ഇപ്പം എന്നെയും കൂടി കിട്ടിയാൽ ഞങ്ങൾക്ക് സമാധാനമായിട്ടുണ്ടാവും. സുഖമായി ഇപ്പം നീ അത്ര വർഷം ഒരു ശത്രുവില്ല. ഞങ്ങൾക്ക് ഈ 3 വീട് 4 വീട് ഞങ്ങൾക്ക് എന്താ ശത്രു സാറേ? ഇയാളുടെ അടുത്ത് മനുഷ്യൻ മിണ്ടാൻ പോകും. ഞങ്ങൾ മിണ്ടാനെ വിളിക്കാനൊന്നും പോകില്ല. അവളെ കെട്ടിയവളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഇത്തിരി പഞ്ചായത്ത് തൊഴിലുറപ്പിൽ ADS ആണ് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇവൾക്ക് ഇത്ര വായായത്. അനുസരണയില്ല, ഒതുക്കൂല, അങ്ങനെ പറഞ്ഞിട്ടാണ് ഇയാളുടേത്. ആദ്യം അവളുടെ കൊടുവേളം മോനെന്നാണ് അവൾ രക്ഷപ്പെട്ടത്. അത് കഴിഞ്ഞപ്പോൾ അവർ നാട്ടുകാരനെയൊക്കെ കൊല്ലും പറഞ്ഞപ്പോൾ നാട്ടുകാരൻ മാത്രം ഞങ്ങളെ 2 പേര് വൈരാഗ്യമായി. അവർ വീട്ടുകാരനും എന്നെയും ഞങ്ങളെ അങ്ങനെ കൊല്ലും പറഞ്ഞു. ഇപ്പം എന്നെ കൊന്നാണ് ഞങ്ങൾക്ക് സമാധാനമായിട്ടുണ്ടാകും. ഞാൻ അതേ പറയുന്നുള്ളൂ. അല്ല പ്രവൃത്തി നിങ്ങൾ കണ്ടില്ലേ. ഞങ്ങൾ നുണയൊന്നും ഞാൻ ഒരാളുടെ അടുത്തും പറയില്ല. ഒക്കെ ചർച്ചയിൽ പോകുന്ന ആളുകൾ ദൈവമാണ് എന്നെ രക്ഷിച്ചത്. സത്യം പറഞ്ഞ ഒരു നൂലും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ പോയെന്നെ. ഇപ്പം ഇയാളെ ഇത്ര അടുത്ത് എൻ്റെ ഇവിടെയാണ് കൊന്നിരിക്കുന്നത്. ഇയാളെ കഴിഞ്ഞിട്ടാണ് ഈ അമ്മനെ പോയിരിക്കുന്നത്. 70-70 വയസ്സായി അമ്മ. അയാളുടെ അടുത്ത് ഒന്നും ഒന്നും വീട്ടിൽ പറയാൻ പറ്റില്ല. എന്നെ പെറുപെറു പറയണ്ടെന്ന് പറയും. എന്താ പെറുപെറു? നമ്മൾ പിള്ളേരുള്ളപ്പോൾ വഴക്ക് പറയില്ലേ? തെറ്റി കണ്ട ഇയാളെയും പറയണേ എൻ്റെ വീട്ടിലേക്ക് നോക്കണ്ട, ഇവിടെ എന്നെ എന്തിനും ശ്രദ്ധിക്കണേ, ഇവിടെ ഞാൻ വക വരുത്തും ഒക്കെയാണ് പറഞ്ഞിട്ട് നാക്ക് കടിച്ചിട്ട്. അതും അങ്ങനെ 11 മണിക്ക് രാത്രി നടന്നിട്ടുണ്ട് അയാൾ. ഞായറാഴ്ച 11 മണിക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ ആരെങ്കിലും മൂത്രമൊഴിക്കും. ഞങ്ങളൊക്കെ രാവിലെ മൂത്രമൊഴിക്കാൻ എണിക്കില്ല സാറേ. അമ്മ മാത്രമേ ഷുഗർ ഉള്ളത് കൊണ്ട് എണിക്കും. അത് അനിയനുള്ളത് കൊണ്ട് അവൻ ഈ വാതിലൊക്കെ തുറന്ന് വെച്ചത് ഇവിടേക്ക് കിടക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ മൂത്രമൊഴിക്കുക. 11 മണി 12 മണിക്കൊക്കെ ഇവിടെയൊക്കെ കറങ്ങിയിട്ടുണ്ട്. അന്ന് തന്നെ കിട്ടിയതാണെങ്കിൽ 3 പേരിനെ വക വരുത്തി രാത്രി. എന്താ കിട്ടിയില്ല. രാവിലെ 10 മണിക്ക് അവർ 2 പേരും പെട്ടു. ഒരിക്കലും പുറത്തിറക്കലില്ലെങ്കിൽ അയാൾ കൊല്ലണം. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റണ്ടേ? ഞങ്ങൾ എന്ത് ചെയ്തു? അപ്പോൾ ഒരു കുട്ടിയാണ്, ഞാൻ എങ്ങനെ ജീവിക്കും പറയും. എനിക്ക് കെട്ടിയവനോ ഒന്നുമില്ല. ഇത് അമ്മനെയും ആങ്ങളെയൊക്കെ ആശ്രയിച്ച് എൻ്റെ ജീവിതം. ഇപ്പോൾ ഈ വീട്ടിൽ ആരുമില്ല, ഒറ്റപ്പെട്ടില്ല. ഞാൻ പറയും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കയറിപ്പോണ്ടേ. കേസിൽ പഴുതടച്ചുള്ള അന്വേഷണം നടത്തി പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകാൻ പോലീസിന് സാധിക്കുമെന്ന വിശ്വാസവും പ്രദേശവാസികൾ പങ്കുവച്ചു. എന്തായാലും പുഷ്പ ചേച്ചി ആയിക്കോട്ടെ, ബിന്ദു ചേച്ചി ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഈ ആളുടെ അളിയനുണ്ട് സന്തോഷം ആയിക്കോട്ടെ, ഇവരെല്ലാം മറ്റേ വൈരാഗ്യത്തോടെയാണ് ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അയാൾ. അതിൻ്റെ ഒരു ഉദാഹരണമല്ല. ഇപ്പോൾ എല്ലാവരും സാക്ഷി നിർത്തിയുള്ള ആ ചേച്ചിനെ ഇങ്ങോട്ട് കാണിക്കാൻ കൊണ്ട് വന്ന സമയത്ത് മൂപ്പൻ്റെ മനസ്സിൽ പ്രതികരണം എന്താണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ആളുടെ മൈൻഡിൽ ഇപ്പോഴും ഇനിയും ജാമ്യത്തിൽ വന്നാൽ ഇനിയും ആൾ ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ കുറേ കുടുംബങ്ങൾ 2 പെൺകുട്ടികൾ ഉൾപ്പെടെ അനാഥയായി. അവർക്ക് ആരുമില്ല, അച്ഛനില്ല, അമ്മയില്ല. അപ്പോൾ ആ പെൺകുട്ടിൻ്റെ അമ്മനെ കൊന്നിട്ട് ഏകദേശം 2019 കൊന്നത്. അതെല്ലാം നമുക്ക് അനുഭവമുള്ളതാണ്. പക്ഷേ എന്നിട്ടും ഈ പ്രതി ജാമ്യത്തിൽ ഇനി വിടാൻ പറ്റില്ല. അത് വിട്ടത് ഏറ്റവും വലിയ നീതിപീഠം ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. ഇനിയും ഈ സൈക്കോ പോലുള്ള ഈ ചെന്താമരയെ ഇനി പൊതുജനങ്ങളുടെ മുന്നിലേക്ക് ആര് ജാമ്യത്തിൽ ഇറക്കാൻ വിട്ടാലും ഇയാളെ ജാമ്യം കൊടുക്കരുത് എന്നൊരു അപേക്ഷയാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത്, ഞങ്ങൾക്കുള്ളത്. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.